ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ സൺഡേ വ്ളോഗാണ് കേട്ടോ. ഹെവിയാണ്, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. ഞായറാഴ്ചയായിരുന്നു. സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് കഴിക്കേണ്ടതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യം. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്ന, റോട്ടിൽ കൂടെ പോണതും പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാം. നല്ല ബീഫ് കറി, ഫണ്ടുള്ളത് കൊണ്ട് ഫണ്ടെല്ലാം കഴിഞ്ഞിട്ട് ബീഫായിട്ട് ദോശ കഴിക്കാൻ. ദോശയ്ക്ക് ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചമ്മന്തിയും. പക്ഷേ ഏട്ടൻ പറഞ്ഞു ബീഫ് എന്തായാലും വെക്കുകയല്ലോ, ബീഫായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്ന് ബീഫ് കറി, ഫണ്ടൊക്കെ കഴിഞ്ഞ് ബീഫ് കറി ആയി. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ ഇന്നലത്തെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെയാണ് തുണി കഴുകിയിടലും കുളിക്കലും. തുണി കഴുകിയിട്ടതിന് ശേഷമാണ് മഴ. അയ്യോ, പിന്നെ ആ തുണിയൊക്കെ എടുത്ത് വെച്ച് ഒന്ന് റെഡിയായിട്ട് വീട്ടിലൊന്ന് പോയിട്ട് വരാം. സൺഡേ ആണല്ലോ, അപ്പോൾ ഏട്ടനും ലീവായിരുന്നു. എന്നാൽ വീട്ടിലൊന്ന് പോയിട്ട് വരാറുണ്ട്. അച്ഛനെ കുറച്ച് ബീഫ് എടുത്തു. അമ്മ ബീഫ് കഴിക്കില്ല, പിന്നെ അവിടെ വെക്കൂല. അങ്ങനെ വീട്ടിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലിങ്ങനെ വീട് പണി നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ തറ കലക്കാൻ നമുക്ക് മണ്ണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മണ്ണ് കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കോറി വേസ്റ്റ് എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് നമ്മൾ തറ കലക്കിയത് ഇത്തവണ. എല്ലാവരും ചെയ്യാറുണ്ട് ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ സീതാരങ്ങ പഴം കാണിച്ചു തന്നല്ലോ, അതിൻ്റെ മരമൊക്കെ കാണിച്ചു തരാം. അതേ നിറച്ചും സീതാരങ്ങ ഉണ്ടായിട്ടുണ്ട്. സീതാരങ്ങ പഴം, ഞങ്ങൾ സീതാരങ്ങ എന്നാണ് പറയാം. അപ്പോൾ വരുമ്പോൾ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പഴുത്തതും പഴുക്കാത്തതും ഒക്കെ ആയിട്ട് പെട്ടെന്ന് പഴുക്കും. നമ്മൾ ഒന്നിങ്ങനെ മുള്ളു വിരിയാന്ന് പറയും ഇതിൻ്റെ പഴുക്കാനായതിന്. കുറച്ചിങ്ങനെ വൈറ്റ് കളറൊക്കെ കാണും, നല്ല ഗ്രീൻ കളറാണ്. അതിങ്ങനെ പഴുക്കാനാകുമ്പോൾ ഒരു വൈറ്റ് കളറൊക്കെ കാണും. അങ്ങനെ കുറച്ച് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകാനേ. ഒരു കുട്ടിക്ക് ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്, ഏട്ടന് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് സീതാരങ്ങപ്പഴം. അങ്ങനെ സീതാരങ്ങ പൊട്ടിക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തന്നെയാണ് പൊട്ടിച്ചത്. അമ്മയാണെങ്കിൽ കൊമ്പൊന്നും പൊട്ടിക്കാതെ സീതാരങ്ങപ്പഴം മാത്രം പറിച്ചു തരുമായിരുന്നു. ഞാൻ പൊട്ടിച്ചതും കൊമ്പോടെ വന്നു, വലിയ കൊമ്പ്. അപ്പോൾ വരിക്കുട്ടി അതും പിടിച്ച് തന്നിട്ട് അമ്മ ഞാൻ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോയ്ക്ക് കാണിച്ചു തരാണേ. ഞാനും വരിക്കുട്ടി ഏട്ടനും കൂടെയാണ് വന്നത്. കുഞ്ഞാറ്റ വന്നില്ല. കുഞ്ഞാറ്റ ഞാനൊന്നും വരുന്നില്ല പറഞ്ഞു. പിന്നെ അപ്പുറത്ത് വരിക്കുട്ടി നേരെ വന്നതും ആ മറ്റേ തൊട്ടരിഞ്ഞൊടിയൻ്റെ പിന്നാലെയായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഈ പൂ എൻ്റെ വീട്ടിലുണ്ട്. വേലിയിൽ ഇങ്ങനെ പടർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോണ വഴി. വരുമ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. എൻ്റെ പുഴ തിരുനെല്ലായിപ്പുഴയും പാലവും നിറച്ചും വെള്ളത്തിൻ്റെ അവിടെ നിറച്ചും ചണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ JCB വന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇങ്ങനെ വിശാലമായി കിടക്കണ തിരുനെല്ലായിപ്പുഴ. ഈ തിരുനെല്ലായി പാലത്തിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ യാക്കരപ്പാലം കാണും. യാക്കരപ്പുഴ എല്ലാം ഒരേ പുഴ തന്നെ. യാക്കരപ്പാലം. അങ്ങനെ ബീഫാണല്ലോ, ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ പൊറോട്ട കഴിക്കാൻ പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, എന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് പൊറോട്ട കഴിക്കാമല്ലോ ചോദിച്ചു. അപ്പോൾ ശരി പറഞ്ഞിട്ട് കടയിൽ തന്നെ വരുമ്പോൾ തന്നെ പൊറോട്ടയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീതാരങ്ങപ്പഴം എത്തി ഉടനെ പഴുത്താൻ നോക്കലാണ് ഇവിടെ ഒരാൾ. പിന്നെ പൊറോട്ടയും ബീഫും. എന്താ വായിക്കടെ വെള്ളം വരുന്നില്ലേ. അപ്പോൾ ലഞ്ച് ഇങ്ങനെയായിരുന്നു. എപ്പോഴൊന്നും ഇല്ല കേട്ടോ പൊറോട്ടയൊക്കെ, എപ്പോഴെങ്കിലും. ഇതേ കണ്ടോ, ഫണ്ട് കഴിഞ്ഞിട്ട് പുതിയ ഫണ്ട്, ഒരു ഓണഫണ്ട് കഴിഞ്ഞിട്ട് പുതിയതൊന്നും കൂടെ തുടങ്ങിയതാണ്. ഓണം ആവണതിന് മുന്നേ തന്നെ കഴിഞ്ഞ് തുടങ്ങേണ്ട വന്നു. അപ്പോൾ അതെ ഞങ്ങളുടെ ചന്ദ്രകമലത്തിൻ്റെ പേരടിച്ച് ഇപ്രാവശ്യമാണ് ചന്ദ്രകമലം. ഞാനൊരു 5-6 വർഷമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഫണ്ട്, നമ്മൾ സാധാരണക്കാർക്കൊക്കെ നല്ലൊരു ഉപകാരമുള്ളൊരു സംഭവമാണ്. പിന്നെ വൈകിട്ട് ഇങ്ങനെ പൂളക്കിഴങ്ങ് ഇത് കൂടെ നമ്മുടെ സൈഡിൽ കൂടെ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പൂളക്കിഴങ്ങ് വാങ്ങിയിട്ട് ബീഫും ഉണ്ടല്ലോ, അപ്പോൾ പൂളക്കിഴങ്ങും ബീഫും കൂടെ കഴിക്കാൻ വേണ്ടത് ഫണ്ടിൻ്റെ കണക്കൊക്കെ കയ്യിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് കയ്യിൽ എഴുതാറ് തന്നെയാണ് പതിവ്. എനിക്ക് അങ്ങനെയാണ്, വേഗം പേപ്പറിൽ എഴുതില്ല, വേഗം കയ്യിൽ എഴുതി കണക്ക് കൂട്ടലൊക്കെ. പിന്നെ രാത്രിക്കും ഉച്ചയ്ക്കും രാവിലെയൊക്കെ ഹെവി ആയിരുന്നല്ലോ, അപ്പോൾ രാത്രിക്ക് ചോറ്, പിന്നെ ചോട്ടിനും ചോറ് വേണം. അങ്ങനെ ചോറൊക്കെ വെച്ചിട്ട് ചോറിന് തിളപ്പിച്ചതിന് ശേഷം സാങ്സണിൽ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ സിറ്റ് ഔട്ട് പോയിരുന്നിട്ട് പൂളക്കിഴങ്ങ് മുറിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് ഓരോ പണികൾ ചെയ്യാനാണ് ഇഷ്ടം. എന്താണെങ്കിലും എന്തെങ്കിലും ഉപ്പേരിക്കുള്ളത് മുറിക്കുകയാണെങ്കിലോ, കറികൾക്ക് ഉള്ളത് എന്തെങ്കിലും മുറിക്കുകയാണെങ്കിലോ, അങ്ങനെ എല്ലാം മിക്കവാറും സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഉണ്ടാവും. നമ്മൾ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അവിടെ ചെറിയച്ഛൻ്റെ മോൻ ടെറസിൻ്റെ മുകളിലുണ്ട്, അവൻ ചിലപ്പോൾ എന്തെങ്കിലും വിളിച്ച് സംസാരിക്കും. ചിലപ്പോൾ അവൻ്റെ വൈഫ് ഉണ്ടാവും, അവളുണ്ടെങ്കിൽ അവളും സംസാരിക്കും.
പിന്നെ ഫ്രണ്ടിലും മേമ ഇതിൽ കൂടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് സംസാരിക്കും. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ വരുമ്പോൾ അവരെല്ലാം ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ടിരിക്കൽ തന്നെയാണ് പണി. പിന്നെ ഏട്ടനുണ്ട്, ഏട്ടൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, ഏട്ടൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യമായിട്ട് എന്തോ എടുത്തിട്ട് വരാൻ പറയുകയാണ് തോന്നുന്നു. പിന്നെ ഈ സമയത്തൊക്കെ സന്ധ്യാസമയം ആയിട്ടില്ല, കണ്ടോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അടുത്ത ആൾക്കാർ ഏട്ടനോട് ഞാനൊരു പാത്രം എടുത്തിട്ട് വരാൻ പറഞ്ഞാണ്. ഇത് ക്ലീൻ ചെയ്തിടാനൊരു പാത്രമാണല്ലോ, മണ്ണൊക്കെ ഉള്ളതല്ലേ. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വീഡിയോ ഓണാണോ അത് നമ്മൾ നോക്കുന്നത് പതിവാണല്ലോ. അപ്പോൾ ഓണാണോ നോക്കണം. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഉറുമ്പുണ്ടോ, ഉറുമ്പ എന്തൊക്കെയോ ഉണ്ട് അവിടെ. അടിച്ചു വരലെല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ്, വൈകുന്നേരം തന്നെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് കട്ടൻ ചായ വെച്ചിട്ട് പുഴുങ്ങി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നെ പറ്റിച്ചു. ദേ ആ പൂളക്കിഴങ്ങിൻ്റെ ആ അപ്പുറത്തെ സൈഡ് നല്ലോണം മൂത്തിട്ടേ, വേര് മൂത്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ തങ്കമണി മേമയും എന്തോ സംസാരിക്കണം. ഫണ്ട് തുടങ്ങിയതിനെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ, പുതിയ ഫണ്ടിന് ചേരാനൊക്കെ ആൾക്കാർ വരും. ഒരു മേമ ഇപ്പുറത്ത്, മേമ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞില്ല, മേമ വേഗം വന്നാണ്. പിന്നെയാണ് മേമ വീഡിയോ എടുക്കേണ്ടതെന്ന് അറിഞ്ഞത്. അയ്യോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് മേമ വേഗം പോവുകയും ചെയ്തു കേട്ടോ. അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യമാർ, അതാ ഒരു ഭാര്യ ഈ മേമ വന്ന് എത്തി നോക്കി സംസാരിക്കുമ്പോൾ ആ മേമ അപ്പുറത്ത് നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് എന്താ നോക്കണം കണ്ടോ. അയ്യോ വീഡിയോ എടുക്കുകയാണ്, കണ്ടിട്ടില്ല, എത്ര നേരം വീഡിയോ കണ്ടിട്ടില്ല. പിന്നെ പെട്ടെന്നാണ് മേമ വീഡിയോ കാണുന്നത്. എല്ലാവരും കണ്ടോ, മേമ ഓടി. അങ്ങനെ എല്ലാവരും ഉണ്ട്, എല്ലാവരും അച്ഛൻ്റെ അനിയന്മാരും നമ്മളെല്ലാവരും തൊട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അച്ഛൻ്റെ 2 അനിയന്മാരുണ്ട്, അവരും നമ്മുടെ ഫ്രണ്ടിലായിട്ടും അപ്പുറത്തായിട്ട് തന്നെയാണ് വീട്. പിന്നെ നമ്മുടെയും ഏട്ടനും തറവാടും എല്ലാം തൊട്ട് തന്നെയാണ്. പിന്നെ എന്തൊക്കെയോ പറയാണ്. പണ്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം തന്നെയായിരുന്നു ഈ പൂളക്കിഴങ്ങ്. അന്ന് അമ്മ ഇങ്ങനെയല്ല കേട്ടോ പുഴുങ്ങിയത്. അന്നത്തെ ആ പൂളക്കിഴങ്ങ് പുഴുങ്ങിയതിനും കട്ടൻ ചായക്കും നല്ല ടേസ്റ്റായിരുന്നു. ഇന്ന് നമ്മൾ എങ്ങനെ പുഴുങ്ങി കടുക് പൊട്ടിച്ചാലും ആ ഒരു ടേസ്റ്റൊന്നും വരുന്നില്ല കേട്ടോ. അന്ന് അങ്ങനെയൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക, ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക. അത് വലിയ വലിയ പീസായിട്ടാണ് അമ്മ പുഴുങ്ങിയിട്ട് കട്ടൻ ചായൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ രുചിയൊക്കെ ഇപ്പോഴും നാവിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ അതുപോലെ പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ട് നോക്കി. പക്ഷെ നമ്മുടെ പിള്ളേർ അങ്ങനെയൊന്നും കഴിക്കില്ലല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് കടുക് പൊട്ടിക്കുന്ന രീതിയിലാക്കാമെന്ന് വിചാരിച്ചിട്ട്, നമ്മൾ കടുകും കറിവേപ്പിലയൊക്കെ താളിച്ചാലല്ലേ ഇവർക്ക് മണമൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞാറ്റിക്ക് പൊതുവെ മണം നോക്കി കഴിക്കണവനാണ്. മണം ഉണ്ടെങ്കിൽ അവനിഷ്ടമുള്ളൂ. അപ്പോൾ കടുക് പൊട്ടിച്ചാൽ കുറച്ച് മണമാണല്ലോ കടുക് പൊട്ടിക്കണം. അടുത്തൊരു മേമയും ഫണ്ടിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും രാവിലെ വന്നു ഫണ്ടിനൊക്കെ. പിന്നെ അത് പോരാണ്ട് കുറച്ച് പേര് ഇന്നാണോ തുടങ്ങണം എന്നുള്ളത് അറിയാത്തതുകൊണ്ടേ വരാനൊക്കെ പിന്നെ വൈകിട്ടും വരും. പിന്നെ അടുത്ത ആഴ്ചയായിട്ടാണെങ്കിലും ഞാൻ എടുക്കും. 2-3 ആഴ്ചയൊക്കെ പുതിയ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ വരാറുണ്ട്. പിന്നെ എന്തോ ഏട്ടൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. മിക്കവാറും നല്ല കൗണ്ടർ അടിക്കൽ തന്നെയാണ്. അപ്പം അതിനുള്ളത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, പിന്നെ പയറുണ്ട്, അത് പൊട്ടിക്കാനുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഉപ്പേരിയും വെക്കും കേട്ടോ. പൂളക്കിഴങ്ങും പയറൊക്കെ ഉപ്പേരി വെക്കും. ബീഫായതുകൊണ്ട് പൂളക്കിഴങ്ങും അപ്പം തന്നെ പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ദേ കുട്ടിയായി കട്ട് ചെയ്ത് കഴിയണമില്ല. സംസാരം മുഴുവൻ ഫണ്ടിനെ കുറിച്ച് തന്നെയാണ്. ഫണ്ടിൻ്റെ എങ്ങനെ ചെയ്യണം, എന്താ അടുത്ത പരിപാടി, എന്താ ഫണ്ടിന് കാശ് എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ രണ്ടാളും കൂടെ കുറേ വർഷങ്ങളായി. ഒരു 5 ഇത് 6ാമത്തെയാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അത്ര വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഓണ ഫണ്ട് എന്ന് പറയും, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തറവാട്ടിലിരിക്കുന്ന സമയത്തെ ജസ്റ്റ് നമ്മൾ 10-20-25 പേരിൽ തുടങ്ങിയൊരു കുഞ്ഞ് ഒരു ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് 60-70ഓളം ആളുകൾ കൂടുതലല്ലാണ്ട് നമുക്ക് കുറഞ്ഞിട്ടില്ല. എപ്പോഴും ഉണ്ട് കേട്ടോ. ദൈവം സഹായിച്ച് നല്ലോണം മുന്നോട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ. അപ്പോൾ പൂളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങാനിട്ടിട്ട് അത്രയേ ഉള്ളൂ. കട്ടൻ ചായ വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുന്ന് 5 ചായ തന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എടുത്തേ ഉള്ളൂ.